السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل وأصحابه وأتباع سيدنا ومولانا محمد. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, വിശുദ്ധ റമദാൻ ഒരതിഥിയായി നമ്മിലേക്ക് കയറി വരികയും വളരെ പെട്ടെന്ന് തന്നെ നമ്മോട് വിട്ടുപിരിയുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റമദാൻ എല്ലാ നിലക്കും ജീവിതത്തിൽ വലിയ മാറ്റത്തിൻ്റെ തിരികൊളുത്താൻ നമുക്ക് കാരണമാക്കി തെരുമാറാവട്ടെ. കഴിഞ്ഞ കാലത്തുള്ള തെറ്റുകളും കുറ്റങ്ങളും എല്ലാം അള്ളാഹുവിനോട് മാപ്പപേക്ഷിച്ച് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ശിഷ്ടജീവിതം അവൻ്റെ പൊരുത്തത്തിലായി കൂടുതൽ സുഹൃതങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങാൻ അല്ലാഹു തആല ഈ റമദാൻ നമുക്ക് കാരണമാക്കി തെരുമാറാവട്ടെ. ഈ സമയത്ത് നാം പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. പെരുന്നാൾ ആഘോഷം ഒരിക്കലും ആഭാസമാക്കി കളഞ്ഞുകൊണ്ട് റമദാനിൽ കൈവരിച്ച ആത്മവിശുദ്ധി നഷ്ടപ്പെടുത്തി നാം ഒരിക്കലും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് പകരം അള്ളാഹുവിൻ്റെ ഗളബ് കരസ്ഥമാക്കാൻ പ്രയത്നിക്കരുത് എന്ന് എന്നോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ പവിത്രമായ രാത്രികളിൽപ്പെട്ട ഒരു രാത്രിയാണ് പെരുന്നാളിൻ്റെ രാവ്. കഴിഞ്ഞ റമദാൻ അള്ളാഹുവിനോട് അതിൻ്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി ചോദിക്കാനും ആ റമദാൻ ജീവിതത്തിൽ പരിശുദ്ധമായി അതിൻ്റെ വിശുദ്ധി നിലനിർത്താനും കൂടുതൽ സമയം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി ഇത്രയും പവിത്രമായ രാത്രി നമുക്ക് വീണ്ടും നൽകിയിരിക്കുകയാണ്. ആത്മവിചിന്തനത്തിൻ്റെയും പുനർചിന്തയുടെയും രാത്രിയായിരിക്കണം വിശുദ്ധ പെരുന്നാളിൻ്റെ രാത്രി. മഹത്തുക്കൾ മുഴുവനും 6 മാസക്കാലം അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈയുയർത്തിക്കൊണ്ട് കേണപേക്ഷിച്ചുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നത് കഴിഞ്ഞ റമദാൻ സ്വീകാര്യമാക്കണേ അള്ളാഹുവേ എന്നാണ്. അതിനുശേഷമുള്ള 6 മാസം അവർ ഇനിയും ഒരു റമദാൻ സ്വീകരിക്കാനുള്ള സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ എന്നുള്ള അപേക്ഷയുമായിരുന്നു. വർഷത്തിൽ 2-6 മാസവും അവർ വളരെ കൂടുതൽ പ്രാർത്ഥന നിരതരായി കഴിഞ്ഞിരുന്നത് റമദാനിൻ്റെ പേരിലായിരുന്നു എന്ന് നാം ആലോചിക്കുക. അതുകൊണ്ട് തന്നെ റമദാനിൽ അല്ലാഹു തആല നമുക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള വളരെ മഹത്തായ ഒരു ലക്ഷ്യമുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം നാം കൈവരിച്ചിട്ടുണ്ടോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. അഥവാ ലക്ഷ്യം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശിഷ്ടജീവിതത്തിൽ അതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും കാണാവുന്നതാണ്. അല്ലാഹു തആല അങ്ങനെ റമദാൻ സ്വീകാര്യമാകുകയും ആ സ്വീകാര്യത ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്ത സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രാത്രിയിൽ ദിക്റിലൂടെ, സ്വലാത്തിലൂടെ, സുഹൃതങ്ങളിലൂടെ കഴിഞ്ഞുകൂടാൻ നാം ശ്രദ്ധിക്കുക. മറിച്ച് ഷോപ്പിങ്ങിലൂടെയും മറ്റ് ഭൗതികമായ ഉല്ലാസ പ്രവർത്തനങ്ങളിലൂടെയും ഒരിക്കലും നാം കഴിയരുത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ആളുകളെ ഓർക്കാനും ചിന്തിക്കാനും ഈ സമയം ഉപയോഗപ്പെടുത്തുക. കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കാനും കൂടുതൽ അടുപ്പിക്കാനും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ദിനരാത്രങ്ങൾ നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കുടുംബ സന്ദർശനം വലിയ പുണ്യമുള്ള കാര്യമാണ്. മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ബന്ധം അത് ഊട്ടിയുറപ്പിക്കൽ വലിയൊരു സൽക്കർമ്മമാണ്. ഇതിനൊക്കെ വേണ്ടിയാണ് ഈ ദിനരാത്രങ്ങൾ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. പാവപ്പെട്ട ആളുകളെ കുറിച്ച് ചിന്തിക്കാനും അവരെ സഹായിക്കാനും നാം ഈ ദിവസം ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും വലിയ നിദർശനമാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽ വളരെ ദുർലഭമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അന്ന് അവർക്ക് ആവശ്യമായ ചെലവ്, താമസിക്കാനുള്ള വീട്, വലിയ കടമുണ്ടെങ്കിൽ ആ കടബാധ്യതയും കഴിച്ചുകൊണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് മുഴുവനും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണെന്ന് ഇസ്ലാമിക ശറഅ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നന്മ, പരസ്പരം സഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിക്കാനും പെരുന്നാളിൻ്റെ ദിവസത്തിലും അതിൻ്റെ രാത്രിയിലുമൊന്നും ഒരു വീട്ടിലും പട്ടിണി ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കാനും വേണ്ടിയാണ്. പട്ടിണിയുടെ
ആ വിശപ്പിന്റെ വിളി വിശുദ്ധ നോമ്പിലൂടെ അല്ലാഹു തആല നമ്മെ അനുഭവിപ്പിക്കുകയും പാവങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഇത് നമുക്ക് പ്രചോദനമാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ മിതത്വം പാലിക്കാനും അനാവശ്യമായ കാര്യത്തിന് വേണ്ടി നമ്മുടെ സമ്പത്ത് ദുർവ്യയം ചെയ്യാതിരിക്കാനുമൊക്കെ നാം ചിന്തിക്കേണ്ടതാണ്. മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം പേരുകളിൽ അറിയപ്പെടുന്ന ആളുകൾ ഇത്തരം വൈകൃതങ്ങളിലേക്കും അധാർമികതയിലേക്കും അനാശ്വാസങ്ങളിലേക്കും സമ്പത്ത് ഉപയോഗപ്പെടുത്തുന്ന ദയനീയമായ കാഴ്ച കാണേണ്ടി വരുന്നത് വളരെ ദുഃഖകരമായ അനുഭവമാണ്. അതുകൊണ്ട് ഈ റമദാൻ അതിൽ നിന്നെല്ലാം മാറി ചിന്തിക്കാനും നമ്മെപ്പോലുള്ള പാവപ്പെട്ട ജനങ്ങൾ പലസ്തീനിലും നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ പ്രയാസം അനുഭവിക്കുമ്പോൾ നാം ധൂർത്തിൻ്റെയും അധാർമികതയുടെയും വക്താക്കളായിത്തീരുക എന്നുള്ളത് അള്ളാഹു ഒരിക്കലും പൊരുത്തപ്പെടാത്ത കർമ്മമാണ് എന്ന് നാം ചിന്തിക്കുകയും റമദാനിൽ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നാം ഏറ്റെടുക്കാനുള്ള എല്ലാവിധ ആത്മവിശുദ്ധിയും കൈവരിച്ചു എന്ന് നാം ഉറപ്പുവരുത്തുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഉസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി